2025 തുടങ്ങിയതേ ഓർമ്മയുള്ളൂ. ദാന്ന് പറയുമ്പോഴേക്കും 7 മാസം കണ്ട് കഴിഞ്ഞു. ബട്ട് ഈ ഒരു 7 മന്ത്സിൽ എത്ര പേര് ലൈഫിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് കൊണ്ടുവന്നു, എത്ര പേര് ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നു എന്നൊന്നും എനിക്കറിയില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ബട്ട് ഇനിയുള്ള ഒരു 5 മാസം പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് ലൈഫ് ബെറ്റർ ആക്കണം, അല്ലെങ്കിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളത് സിൻസിയർലി ഡിസിപ്ലിനോടുകൂടി ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഗ്യാരണ്ടി ഈ 5 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. ഞാൻ ചെയ്ത കാര്യം പറയാനേക്കാൾ മുന്നായിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റി എന്താണ്? പലർക്കും പലതായിരിക്കാം. ലൈക്ക് ചിലർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം, ചിലർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതായിരിക്കും, ചിലർക്ക് പ്രോപ്പർ ഡ്രസ് ചെയ്യണതായിരിക്കും. എന്റെ കേസ് പറയാന്നുണ്ടെങ്കിൽ ക്യാമറ മുന്നിൽ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ്. സോ നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റി ചൂസ് ചെയ്യുക. ആൻഡ് അതിൽ ഇനി അപ്കമിങ് 5 months വാട്ട് എവർ ഹാപ്പൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ലെവലിൽ പ്രോപ്പർ എഫേർട്ട് ഇടാം. ബിക്കോസ് ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരണം മറ്റേ എഫേർട്ട് ഇടുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും ഫെയിൽ ആവാൻ അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് അറിയാമോ? അവർ ഒരു സമയം തന്നെ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു കാറ്, ഒരു എത്ര വലിയ ലക്ഷറി അല്ലെങ്കിൽ സ്പോർട്സ് കാർ ആണെങ്കിലും ഒരു 5 വർഷം കാർ പോർഷൻ ഇട്ട് വെച്ചിരിക്കുകയാണ്, അത് യൂസ് ചെയ്യുന്നില്ല. സഡൻ ആയിട്ട് പോയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെയിം ലെവൽ ഓഫ് പവറിൽ ആ ഒരു മൊമെന്റത്തിൽ ആ കാർ ആ സ്പീഡിൽ പോകണമെന്നില്ല. കാരണം 5 വർഷം വെറുതെ ഇട്ട കാറാണ്. ഇതേപോലെ തന്നെ പ്രോപ്പർ അല്ലാതെ പോകുന്ന ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്നും പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ചിലോട്ട് മാറുന്ന സമയത്ത് എല്ലാം ചേഞ്ച് ചെയ്യണം. ഉറക്കം ചേഞ്ച് ചെയ്യണം, ഫുഡ് ചേഞ്ച് ചെയ്യണം, എല്ലാം ഒറ്റയടിക്ക് ചേഞ്ച് ചെയ്യാൻ നോക്കുന്ന സമയത്ത് പോസിബിൾ ആവണമെന്നില്ല. സോ ഒരു കാര്യം ചൂസ് ചെയ്യാം, അതിൽ അപ്കമിങ് 5 months പ്രോപ്പർ ആയിട്ട് എഫേർട്ട് ഇടാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ചെറിയൊരു ചേഞ്ച് അവിടെ വരുന്നത്. ആ ഒരു ചേഞ്ചിന്റെ ആ ഒരു ടേസ്റ്റ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ഫീൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മുടെ എല്ലാ ആസ്പെക്ട്സ് ഓഫ് ലൈഫിലും ഇൻഫ്ലുവൻസ് ആയിക്കോളും. സോ ചൂസ് വൺ തിങ്, പുട്ട് യുവർ മാക്സിമം എഫേർട്ട് ആൻഡ് ബ്രിങ് എ ചേഞ്ച്.